താങ്ക് യു കുമാരി പ്രിയരഞ്ജിനി. നമ്മുടെ ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾക്കും പ്രിയപ്പെട്ട അനാസിയുടെ പ്രവർത്തകർക്കും അതിഥികൾക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി അനാസിയുടെ ആദരണീയനായ ഡയറക്ടർ ശ്രീ കള്ളിക്കാട് ബാബു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട നിയമസഭാ സാമാജികനും MLA കൂടിയായ ശ്രീ വി ജോയി അവർക്ക്, നമ്മുടെ ഈ പൊതു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിലെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിൽ അവരുടെ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ശ്രീ AK ഗോകുമാർ ജില്ലാ ജഡ്ജി റിട്ടയർഡ്, പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആൻറ്റി നാർക്കോട്ടിക്സിൻ്റെ ലൈഫ് മെമ്പറും കൂടിയായ ശ്രീ ആര്യജേവൻ, മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക്സ് കൂടിയായ ശ്രീ അരുൺബി നായർ ഭാഷണം നടത്താനും തിരഞ്ഞെടുക്കുന്നു. സദസ്സിലിരിക്കുന്ന ഞങ്ങളുടെ അവാർഡുകൾ സ്വീകരിക്കാൻ നടത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കളെ, അനാസിയുടെ കോർഡിനേറ്റർമാരെ, ലൈഫ് മെമ്പർമാരെ, പൊതുപ്രവർത്തകരെ, പത്രപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. നമ്മുടെ ലോകം മുഴുവനും ഇന്ന് ലഹരി മരുന്നിനെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇന്ന് ലഹരിക്കെതിരെ ജാഗ്രത പുലർത്തുന്ന ഒരു ദിനം കൂടിയാണ്. ഇവിടെ ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൻ്റെ സംസ്ഥാനതല ആചരണം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഇറങ്ങണം. എന്തിനിറങ്ങണം? പുറത്തേക്ക് ഇറങ്ങണം. ഇങ്ങനെയുള്ള ആളുകളോട് പറയണം. എന്തിന്? ലഹരി മരുന്നിനെതിരെ പറയണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം. അപ്പൊ നമ്മളെല്ലാവരോടും ഇന്ന് ലോകം പറയുകയാണ്, നിങ്ങൾ എല്ലാവരും പറയുക, ലഹരി മരുന്നിനെതിരെ പറയുക. ഇവിടെയും ലഹരി മരുന്നിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ദീർഘിക്കുന്നില്ല. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ വി ജോയി അവരുടെ, ഞാൻ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി അനാസിയുടെ പേര് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി നമ്മുടെ അനാസിയുടെ പല പരിപാടികളിലും മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം വന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രതിഭകൾക്ക് അവാർഡുകൾ വിതരണം ചെയ്യാൻ കൂടി അദ്ദേഹം ഞങ്ങളോടുകൂടി സഹകരിക്കുകയാണ്. വന്നിട്ടുള്ള അദ്ദേഹത്തെ ഞങ്ങൾ ആദരപൂർവ്വം ഈ അനാസിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ജില്ലാ ജഡ്ജി റിട്ടയർഡ് സർ ഗോപകുമാർ അവരുടെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. K. സുദർശൻ റിട്ടയർഡ് ഗവൺമെന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആര്യദേവൻ നമ്മുടെ അനാസിയുടെ ലൈഫ് മെമ്പർ കൂടിയാണ്. ഇപ്പോൾ പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഐഡിയ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു. ശ്രീ VP സുഹൈബ് മൗലവി, അദ്ദേഹം ഉടനെ തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രഭാഷണം നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അത് കേൾക്കുന്നതിന് നമ്മളെല്ലാം തയ്യാറായിരിക്കണം. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ അരുൺ ബി നായർ, വളരെ അദ്ദേഹം 10 മണിക്ക് തന്നെ ഇവിടെ എത്തി.
കാരണം അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രഭാഷണം ശ്രമിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എത്തണം ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ യോഗത്തിൻ്റെ നടപടികളിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ് അതിന് ശ്രമിക്കാതെ പോയത്. ഉദ്ഘാടന കർമ്മം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാവും. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മായാദേവി, ഡോക്ടർ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഡോക്ടർ മായാദേവി, അതുപോലെ തന്നെ ഡോക്ടർ ഹരികൃഷ്ണൻ നമ്മുടെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിഭാഗം മേധാവിയാണ്. അതുപോലെ ഡോക്ടർ യൂണിവേഴ്സിറ്റി കോളേജ് ഡോക്ടർ സജ്ന, അഡ്വക്കേറ്റ് രാജീവ്, ഡോക്ടർ രശ്മി ആറാർ, അവരെ ഞാൻ സഹർഷം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. താങ്ക് യു ബാബു സർ. ഈ യോഗത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ് MLA അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ അവർ, നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ച ഇതിന്റെ ഡയറക്ടർ ശ്രീ കള്ളിക്കാട് ബാബു, റിട്ടയർഡ് ജില്ലാ ജഡ്ജ് പ്രിയങ്കരനായ ശ്രീ AK ഗോപകുമാർ, ഗവൺമെന്റ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ K സുദർശനൻ, പ്രൊഫസർ ഡോക്ടർ അരുൺ D നായർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ശ്രീ ആര്യ ദേവൻ അടക്കം സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏറെ ബഹുമാന്യരെ, അവാർഡ് ജേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ലോകത്ത് ആന്റി നർക്കോട്ടിക് ഡേ ആചരിക്കുകയാണ്. മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി നമ്മുടെ നാട്ടിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. നിങ്ങൾ വോളണ്ടിയർമാരായി വിവിധ പഞ്ചായത്തുകളിൽ ഈ പ്രവർത്തനങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടത്തുന്നവരാണ്. പക്ഷെ നമ്മളിതെല്ലാം പറയുമ്പോഴും നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ ഇതെല്ലാം വെറുക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ ഉപഭോഗം കൂടിക്കൂടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു ഇതിനെതിരായിട്ടുള്ള നല്ല ഒരു അവബോധം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നമുക്കിതിനകത്ത് നടത്തണം. കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും ഈ സംഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു MLA അഡ്വക്കേറ്റ് ജോയ് സർ. ഈ ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിന്റെ ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം സദസ്സിലുള്ള വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുന്നു.
വേദിയിലുള്ള ശ്രീ കള്ളിക്കാട് ബാബു, എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എംഎൽഎ, മുൻ ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ എ കെ ഗോപകുമാർ, പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ, ഡോക്ടർ ശ്രീകുമാർ, ശ്രീ ഹരിദേവൻ, ഡോക്ടർ മായാദേവി, ഡോക്ടർ ഹരികൃഷ്ണൻ, അഡ്വക്കേറ്റ് ജി രാജീവ്, ഡോക്ടർ എസ് പി ആർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ വിവിധ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന ശ്രീ പി സി മാത്യു, പ്രസിഡന്റ് ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ, ഡോക്ടർ ലീമ ആർ, ശ്രീ വി അനിൽകുമാർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പി ജി വിജയലക്ഷ്മി, ഡോക്ടർ മായാദേവി, മാർദല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീ സുരേഷ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹിതരെ, അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനമായി വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഈ ദിനം സമുചിതമായി ആചരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള, മയക്കുമരുന്നിനെതിരായിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ സമൂഹത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള എല്ലാ വിഭാഗ ആളുകളെയും അണിനിരത്തിക്കൊണ്ടാണ് അത്തരമൊരു വേദി ഗവൺമെൻറ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതെല്ലാം തന്നെ സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാക്കുവാൻ, ജനങ്ങൾ അതിനെതിരായി ചിന്തിക്കാൻ, പൊതുസമൂഹത്തെ ചിന്തിപ്പിക്കാനെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിപുലമായിട്ടുള്ള ജനതയുടെ അതോടൊപ്പം സമൂഹത്തിൻ്റെ കൂട്ടായിട്ടുള്ള ഇടപെടൽ അനിവാര്യമായ ഈ സാമൂഹ്യ വിപത്തിനെ ഒഴിവാക്കിയെടുക്കാൻ അത്യാവശ്യമാണ് എന്നാണ് നമ്മളെല്ലാം ഒരുപോലെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനത്തിൽ ഇതിൻ്റെ പ്രാധാന്യം ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ചിന്തയും പ്രചാരവും അതിനനുസരിച്ച് ജനങ്ങളുടെ അണിനിരക്കലുമെല്ലാം സംഘടിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് എന്നാണ് നമ്മളെല്ലാം കരുതുന്നത്. എന്തായാലും അതിൻ്റെ ആ ദിശയിലേക്ക് വിമുക്തി, ആ ദിശയിലേക്കുള്ള പ്രവർത്തനമാണ് തുടർച്ചയായി കഴിഞ്ഞ 10-24 വർഷമായി നടത്തി വരുന്നത്. ഈ ലഹരിക്കെതിരായി കൂടുതൽ സജീവമായി മുന്നോട്ട് വരേണ്ടുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദിനത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഏറെ താല്പര്യമെടുത്ത ഇതിൻ്റെ സംഘാടകര്, വിശേഷിച്ചും സമിതിയുടെ ശ്രീ കള്ളിക്കാട് ബാബുവും നമ്മുടെ മുൻ ജില്ലാ ജഡ്ജി ശ്രീ എം കെ ഗോപകുമാറും അടക്കമുള്ള ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘാടകരെ അങ്ങേയറ്റ സന്തോഷത്തോടുകൂടി എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അനാസിയുടെ ഈ ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത ഏറ്റവും മഹനീയമായ ഒരു നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. അനാസി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തു വന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹത് വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങിലേക്കാണ്. ആദ്യമായി
2023 അനാസിയുടെ മാനവ സേവാ അവാർഡ് കരസ്ഥമാക്കിയ ലഹരി നിർമ്മാർജ്ജന രംഗത്തെ ആഗോളതല പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യം, സാമൂഹിക സേവനം എന്നിവയിലെ ശ്രേഷ്ഠ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ശ്രീ PC മാത്യു അവർക്ക് മാനവ സേവാ അവാർഡ് 2023 സമർപ്പിക്കുന്നു. ശ്രീ PC മാത്യു ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ ഡല്ലസ് ഗർലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. ശ്രീ PC മാത്യു അവരെ ഏറെ ആദരവോടെ നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ അവാർഡ് നൽകുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവர்களാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് KP മാത്യു സർ ഈ അവാർഡ് ബഹുമാന്യനായ മന്ത്രിയിൽ നിന്നും സ്വീകരിക്കുന്നു. അനാസിയുടെ ജീവൻ രക്ഷാ അവാർഡ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ ചികിത്സാ രംഗങ്ങളിലെ മികച്ച സേവനം പരിഗണിച്ചുകൊണ്ട് തൈക്കാട് വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലീമ ആറിന് ഈ പുരസ്കാരം അനാസി സമ്മാനിക്കുന്നു. ഏറ്റുവാങ്ങാൻ ഏറെ ആദരവോടെ ഡോക്ടർ ലീമ മാഡത്തെ ക്ഷണിക്കുന്നു. അനാസിയുടെ സേവനരത്ന അവാർഡ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിലപ്പെട്ട സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡുകൾ നൽകുന്നത്. ഈ അവാർഡ് കരസ്ഥമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഇന്റർനാഷണൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ട്രയാഡ് മൈക്രോ സിസ്റ്റത്തിന്റെ ഡയറക്ടർ ശ്രീ V അനിൽകുമാർ അവர்களാണ്. അദ്ദേഹത്തെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. അനാസിയുടെ കർമ്മശ്രേഷ്ഠ അവാർഡ് സ്ത്രീ ശാക്തീകരണ രംഗത്തും സാമൂഹിക ശാസ്ത്ര രംഗത്തും നൽകിയ ദീർഘകാല സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് സോഷ്യൽ സയന്റിസ്റ്റ് കൂടിയായ ഡോക്ടർ KG വിജയലക്ഷ്മിക്ക് ഈ പുരസ്കാരം അനാസി സമ്മാനിക്കുന്നു. ഡോക്ടർ KG വിജയലക്ഷ്മി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 2023 അനാസിയുടെ സ്ത്രീ ജ്യോതി അവാർഡ് രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിലും മോഡൽ ബ്ലഡ് ബാങ്ക് മേധാവി എന്ന നിലയിൽ വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും നടത്തിയ സ്തുത്യർഹ സേവനം പരിഗണിച്ചുകൊണ്ട് ഹെമറ്റോളജി വിഭാഗത്തിന്റെ തലവനും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മികച്ച ഡോക്ടറുമായ ഡോക്ടർ മായാദേവി മാഡത്തെ ഏറെ ആദരവോടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. അനാസിയുടെ ആന്റി നർക്കോട്ടിക് അവാർഡ് കരസ്ഥമാക്കുന്നത് ഏറെ അഭിമാനത്തോടെ പറയട്ടെ തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃകാ സേവനങ്ങൾ നടത്തിയ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള അവാർഡാണ്. ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ സുരേഷ് അവர்களെയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ അനാസിയുടെ കോർഡിനേറ്റേഴ്സിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി അനാസിയുടെ മികച്ച ചെയർപേഴ്സൺസിനുള്ള അവാർഡുകളാണ്. വിളവൂർക്കൽ പഞ്ചായത്തിൽ നിന്നും ശ്രീമതി കുസുമകുമാരിയെ അവാർഡ് ഏറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെള്ളറട പഞ്ചായത്തിൽ നിന്നും ശ്രീമതി സുധാകുമാരിയെ അനാസിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാറനല്ലൂർ പഞ്ചായത്തിലെ ശ്രീമതി മീന റാണിയെ ഏറെ സ്നേഹത്തോടെ അനാസിയുടെ അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി നിർമ്മലയെ അനാസിയുടെ അവാർഡ് ഏറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
അടുത്തതായി മികച്ച പഞ്ചായത്ത് കോർഡിനേറ്റേഴ്സിനുള്ള അനാസിയുടെ അവാർഡാണ്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി വിദ്യ എച്ച് മാഡത്തെ ഏറെ ആദരവോടെ ആദരവേറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സുഗന്ധയെ ഏറെ ആദരവോടെ അനാസിയുടെ അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. പാറശാല ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി നിർമ്മലയെ അനാസിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ മികച്ച പഞ്ചായത്ത് കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി രത്നകുമാരിയെ അവാർഡ് ഏറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ ബിന്ദു എ നായർ മാഡത്തെ ഏറെ ആദരവോടെ അനാസിയുടെ അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. മികച്ച ഓഫീസ് സേവന പ്രവർത്തനങ്ങൾ നടത്തിയ വെള്ളറട പഞ്ചായത്തിലെ ശ്രീമതി ജി കെ സിന്ധുവിനെ അനാസിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. മികച്ച ലൈഫ് മെമ്പറായി അനാസി തെരഞ്ഞെടുത്ത പാറശാല ഗ്രാമപഞ്ചായത്തിലെ ശ്രീ സുബീഷിനെ ഏറെ ആദരവോടെ അനാസിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. മികച്ച ഹെൽത്ത് വോളണ്ടിയറായി തെരഞ്ഞെടുത്ത പാറശാല ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി അശ്വതിയെ അനാസിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മഹനീയ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനീയനായ മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ അവർക്ക് അനാസിയുടെ ആദരവ് നൽകുന്നു. ഈ ആദരവ് നൽകുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജ് റിട്ടയർഡ് ശ്രീ എ കെ ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം അതിനായി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാന്യനായ മന്ത്രിയെയും ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് വി ജോയ് അവர்களെയും അനാസിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ എ കെ ഗോപകുമാർ സർ. ഈ ധന്യമായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് ജി ആർ അനിൽ അവർക്ക് അനാസിയുടെ 1000 നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അധ്യക്ഷത അലങ്കരിച്ച അഡ്വക്കേറ്റ് ജോയ് MLAക്കും അനാസിയുടെ 1000 നന്ദി രേഖപ്പെടുത്തുന്നു.